ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. കാരണം ആരുടെ ചെന്ന് 10 പൈസ ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ജോലി എന്തെങ്കിലും ഒരു ഡെയിലി ബേസിൽ എന്തെങ്കിലും ജോലി തരാനോ അല്ലെങ്കിൽ ഒരു വീട്ടു ജോലിക്ക് ചെന്ന് ചോദിക്കാൻ വയ്യ. കാര്യം എന്താ, ഒരു തുണിക്കടയിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല, ഒരു വീട്ടു ജോലിക്ക് നിൽക്കാൻ പറ്റത്തില്ല, തൊഴിലുറപ്പിൽ നിൽക്കാൻ പറ്റും. തൊഴിലുറപ്പ് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട്, എനിക്ക് കാലും സ്വാധീനം അല്ലാത്തതുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് വേറെ വരുമാനമില്ല. ആ പിടിച്ചിരിക്കുന്ന പൈസയെങ്കിലും എനിക്ക് തന്നാൽ സഹായിച്ച വലിയ ഉപകാരമായിരിക്കും. ഒരു ഓട്ടോറിക്ഷ എങ്കിലും എടുത്ത് ഓടിക്കാണിച്ച് ജീവിതം മുന്നോട്ട് പോകാമെന്നുള്ള ആളാണ് ഞാൻ. ഷുഗർ പേഷ്യൻ്റാണ്. ഒരു ആനുകൂല്യങ്ങളും ഇല്ലയെന്ന് തന്നെ പറയാം. DCRG എടുത്ത് പറയേണ്ട ഒരു ആനുകൂല്യങ്ങളും ഇല്ല. പെൻഷനായ സമയത്ത് ഞങ്ങൾ ഇറങ്ങി സർവീസ് ബുക്കുകളെല്ലാം ഞങ്ങളെ ഓഫീസുകളിൽ തന്നെ ഇരിക്കുകയാണ്. അത് എങ്ങോട്ട് അയക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ 2012 സർവീസ് കയറിയെങ്കിലും 2013 ഏപ്രിൽ മാസം കഴിഞ്ഞതിന് ശേഷമാണ്, 2014 ഫെബ്രുവരിയിലാണ് ഞങ്ങൾക്ക് പ്രൊമോഷൻ തന്നെ തരുന്നത്. അതിന് ശേഷമാണ് നമുക്ക് NPS-ലായത്. NPS-ലാണെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. എന്നെ സംബന്ധിച്ച് 2018 അവരെന്നെ ചേർക്കുന്നത്. നിങ്ങൾ NPS-ലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് 2018 ചേർക്കുകയും ഇപ്പോഴും വരെ യാതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടിയിട്ടില്ല. അങ്ങനെ 2023 തന്നെ റിട്ടയർഡ് ആവുകയും ചെയ്തു. ആ റിട്ടയർഡായി എനിക്ക് കിട്ടുന്നത് എൻ്റെ പൈസ തന്നെ, ഞാൻ പിടിച്ച ശമ്പളത്തിൽ നിന്ന് എൻ്റെ കട്ട് ചെയ്ത പൈസ തന്നെ, അതായത് 10% സർക്കാർ വിട്ട് 10% ഞങ്ങളെ നിന്ന് കൈ പിടിച്ചും കൊണ്ട് ഒരു 70 വിട്ടിട്ട് അതിൽ നിന്നൊരു 5 ലക്ഷത്തിൽ കൂടുതലുള്ളത്, റിട്ടയർമെൻറ്റ് സമയത്ത് 5 ലക്ഷത്തിൽ കൂടുതൽ പൈസ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ 60% പിൻവലിക്കാമെന്ന് പറഞ്ഞു. ഈ 60% പൈസയുടെ ബാക്കി 40% അവർ പിടിച്ചിട്ട് അതിൽ നിന്ന് ചെറുതായിട്ടൊരു അതിൻ്റെ പലിശ എന്ന് വേണമെങ്കിൽ തന്നെ അത് പറയാം. പലിശയാണ് അതിന് കിട്ടുന്നത് നമുക്ക്. അല്ലാതെ ഈ ഗവൺമെൻറ്റുമായിട്ട് യാതൊരുവിധ ബന്ധവും ഈ പൈസയ്ക്കില്ല. അപ്പം ഞങ്ങൾ ഇല്ല പറഞ്ഞ കണക്ക് എനിക്ക് എൻ്റെ ഭർത്താവിലായിരുന്നെ കണ്ണു കാണാൻ വയ്യാത്ത ഒരാളാണ്. കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. പുള്ളിക്കാർ ജോലിക്ക് പോകാൻ വയ്യ. പിന്നെ എനിക്ക് 2-3 മക്കളുണ്ട്. മക്കളെന്ന് പറഞ്ഞാൽ അവരെല്ലാം വിവാഹമൊക്കെ കഴിച്ചിട്ട് വേറെ താമസിക്കുകയാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ജോലിക്ക് ശേഷമാണ് കാലുകൊണ്ട് നടക്കാൻ വയ്യ, വേദന പിന്നെ ഒരുപാട് അസുഖങ്ങൾ എനിക്കുണ്ട്. ഇല്ലെന്ന് ഞാനും പറയുന്നതിന് അസുഖങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതെനിക്ക് ഒരു പൊടി പോലും സഹിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഞങ്ങൾക്ക് ഈ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് ഈ തുച്ഛമായിട്ടുള്ള വരുമാനം നമുക്ക് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് മരുന്നിന് പോലും തികയത്തില്ല. അങ്ങോട്ടുണ്ടൊന്ന് പോകണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഞങ്ങൾ കടമൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. എങ്കിൽ ആരുടെ അഭിമാനം ഞങ്ങൾ വിട്ട് കളിക്കാൻ ഞങ്ങൾ നിൽക്കുകയാണ്. കാരണം ആരുടെ ചെന്നൊരു 10 പൈസ വായ്പ ചോദിക്കാനൊക്കത്തില്ല. കാര്യം നിങ്ങൾ സർക്കാർ ജീവനക്കാരില്ലേ, നിങ്ങൾക്ക് പെൻഷൻ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇതാക്കുന്നുണ്ട്. മാത്രമല്ല, കൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ബുദ്ധിമുട്ട് നടക്കുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. കാരണം ആരുടെ ചെന്ന് 10 പൈസ ചോദിക്കാനോ അല്ലെങ്കിൽ നമുക്കൊരു ജോലി എന്തെങ്കിലും ഒരു ഡെയിലി ബേസിൽ എന്തെങ്കിലും ജോലി തരാനോ അല്ലെങ്കിൽ ഒരു വീട്ടു ജോലിക്ക് ചെന്ന് ചോദിക്കാൻ വയ്യ. കാര്യം എന്താ, ഒരു തുണിക്കടയിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല, ഒരു വീട്ടു ജോലിക്ക് നിൽക്കാൻ പറ്റത്തില്ല, തൊഴിലുറപ്പിൽ നിൽക്കാൻ പറ്റും. തൊഴിലുറപ്പിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിൽക്കാൻ വയ്യാത്തതുകൊണ്ട്, എനിക്ക് കാലും സ്വാധീനം അല്ലാത്തതുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. കാലും അധികാരികളുടെ മുന്നിലോട്ട് വെച്ചില്ലായിരുന്നു. അധികാരികളുടെ മുന്നിൽ നമ്മളിങ്ങനെയല്ലേ, നമ്മളെങ്ങനെ വയ്ക്കാൻ, ആരുടെ പറയാനാ? പറയാൻ നമുക്ക് പങ്കാളിത്ത പെൻഷനിലാണ്, നിങ്ങൾ പെൻഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ഇറക്കി വിട്ടു. 1 രൂപ പോലും നമുക്ക് സർക്കാരല്ലേ പങ്കാളിത്ത പെൻഷൻ എടുത്ത് കളയുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ കളഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർ കയറിയാൽ ഉടൻ തന്നെ ഈ പങ്കാളിത്ത പെൻഷൻ എടുത്ത് അറബിക്കടലിൽ കളയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കയറുന്നത്. പക്ഷേ അറബിക്കടലിൽ പോയിട്ട് എങ്ങോട്ട് എറിയാതെ നമ്മളെ തന്നെ ഇപ്പോഴും ഞങ്ങളെ തന്നെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടുകൾ എനിക്ക് ഒരുപാടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതിനൊക്കെ ഉപരിയാണ് ഞങ്ങളുടെ ജീവിതവും. അപ്പോൾ നമുക്കെന്ന് പറഞ്ഞിരുന്നാൽ പിന്നെ ഒരു മെഡിസപ്പുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അന്നൊക്കെ 500 രൂപ ഇതെല്ലാം പിടിച്ചിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്കൊരു ഒരു മരുന്നിൻ്റെ ഒരു ആനുകൂല്യം പോലും നമുക്ക് കിട്ടിയിട്ടില്ലെന്നാൽ അവർ ചെന്ന് മരുന്നിന് ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നത് നിങ്ങളിവിടെ അഡ്മിറ്റ് ആയെങ്കിലേ കിട്ടത്തുള്ളൂ. അഡ്മിറ്റ് ആകുമെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്നൊന്നും ഒരു വീടും കൂടുതൽ കളഞ്ഞിട്ട് ഒരാളിനെ കാണാതൊക്കെ നിന്നിട്ട് അഡ്മിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും നമുക്ക് ജീവിതത്തിലുണ്ട്. ആ ജീവിതത്തിലൊക്കെ എല്ലാം കളഞ്ഞിട്ടുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ നിന്ന് ഈ പെൻഷന് വേണ്ടിയിട്ട് ഒരു സർക്കാരിനോടൊപ്പം നിൽക്കുന്നത്. അപ്പോൾ സർക്കാർ ഞങ്ങളോടൊപ്പം നിൽക്കാതെ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ പാവങ്ങളോടൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ പാവങ്ങളൊക്കെ കൂടെ നിൽക്കുന്നില്ല ഇപ്പോഴും വരെ. നമുക്ക് പിന്നെ ഈ റേഷൻ കാർഡ് തന്നെ അതുപോലെ പലർക്കും, എൻ്റെ കാര്യമൊന്നും മാത്രമല്ല, എന്നെപ്പോലെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള പലർക്കും ഈ ഒരു അനുഭവം തന്നെയാണ്. ചിലർക്ക് ഈ ആന്യൂറ്റി എന്ന് പറയുന്ന സംഭവം 1 രൂപ പോലും കിട്ടത്തില്ല. BPL ആണോ കാർഡ്? അല്ലല്ല, വെള്ളക്കാർഡ് തന്നെ. അത് സർവീസ് കയറിയ സമയത്ത് പറഞ്ഞ് നിങ്ങളെല്ലാവരും
പിന്നെ ഇത് ജോലി അവിടെ ചെന്ന് സർക്കിൾ ഓഫീസിൽ ചെന്ന് റേഷൻ കാർഡ് മാറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾ ആ മാസം ശമ്പളം മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. DCRG ഇല്ല, മറ്റ് ആനുകൂല്യം യാതൊന്നും തന്നെ ഇല്ല, ഒരു ആനുകൂല്യങ്ങളും ഇല്ലയെന്ന് തന്നെ പറയാം. DCRG എന്നല്ല എടുത്ത് പറയേണ്ട ഒരു ആനുകൂല്യങ്ങളും ഇല്ല. പെൻഷനായ സമയത്ത് ഞങ്ങൾ ഇറങ്ങി സർവീസ് ബുക്കുകളെല്ലാം ഞങ്ങളെ ഓഫീസുകളിൽ തന്നെ ഇരിക്കുകയാണ്. അത് എങ്ങോട്ട് അയക്കുകയും വേണ്ട, ഒന്നും വേണ്ട. ഈ NPSൻ്റെ ഫാം തന്നെ ഞങ്ങൾ തന്നെയാണ് പൂരിപ്പിച്ച് ട്രഷറി കൊണ്ട് കൊടുത്തത്. ഞങ്ങളെ വെച്ച പൈസയുടെ 60% പൈസ നമുക്ക് തന്നത്. അല്ലാതെ ഒരു രൂപ പോലും ഒരു സഹായം ആരുടേതും ഇല്ല, ഇപ്പോഴും വരെ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു കൂലിവേലയ്ക്ക് പോകാൻ വയ്യ. സർക്കാർ മൂന്നാം സർക്കാർ വീണ്ടും വരുമെന്നല്ലേ പറയണം. അങ്ങനെയാണെങ്കിൽ കൂലിവേലയ്ക്ക് പോകാൻ വയ്യ. കൂലിവേലയ്ക്ക് പോയി കഴിഞ്ഞാൽ ആരും ചോദിക്കുന്നത് എത്ര വയസ്സായി? 60 വയസ്സ് കഴിഞ്ഞില്ലേ? ജോലി എടുക്കത്തില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ കുടുംബങ്ങൾ എങ്ങനെ ഞങ്ങൾ നോക്കും? ഈ ജോലിയുള്ള സമയത്ത് എനിക്ക് 2 മക്കളെ പഠിപ്പിക്കാനായാലും മറ്റ് ചിലവുകൾ വീട്ടു ചിലവിനായാലും എല്ലാം ഞങ്ങൾ പൊന്നു പോലെ കൊണ്ടു നടന്നു നോക്കി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാൻ വയ്യ. ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? അതും വയ്യ. അങ്ങനെയുള്ള ആ ഘട്ടത്തിൽ കയറി നിൽക്കുകയാണ്. ചില സമയത്ത് ചിന്തിച്ചു പോകും ഞങ്ങൾ, ഈ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും മേടിച്ച് കഴിച്ച് മരിച്ചാലോ ഒരു പരിഹാരമാവത്തില്ല. മാഡം അങ്ങനെയല്ല, ഞങ്ങൾ അത്ര ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയാം. എന്നെ പോലെ തന്നെ പലരും ഇതുപോഴും ഇവിടെ തീർച്ചയായും എന്നെ പോലുള്ള തന്നെ ഒരുപാട് പേര് ഇവിടെ എടുത്തുണ്ട്. അവർക്കെല്ലാം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അവർക്ക് ആരും പുറത്ത് പറയാൻ വയ്യ. ഞങ്ങൾക്കൊന്നും ആരും ഞങ്ങളെന്ന് പറയും, ഞങ്ങൾ ജോലി ചെയ്ത് ഓഫീസിൽ ചെന്ന് പറയാൻ പറ്റും, ഒക്കത്തില്ല. പിന്നെ ഞങ്ങൾ സർക്കാരിനെ കാണിക്കും, ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ പിന്നെ ധനകാര്യമന്ത്രി ചെന്ന് നേരിട്ട് കാണാൻ പറ്റും, അതും ഒക്കത്തില്ല. ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്ത് സെക്രട്ടേറിയറ്റ് ചെല്ലും. സെക്രട്ടേറിയറ്റ് അവരൊരു ചവറ്റുകൊണ്ടേ തള്ളിയ അതിനല്ല. അല്ലെങ്കിൽ ഫോണിൻ പരിപാടിയിൽ ഇതുപോലെ വിളിച്ചപ്പോഴും ഞങ്ങൾ ഇതുപോലെ പറഞ്ഞിരുന്നു ഇന്നടക്കാണ് കാര്യങ്ങൾ. പരിപാടിയിൽ ഉടനെ തന്നെ അതിന് തീരുമാനങ്ങൾ ഉണ്ടാക്കുമെന്നല്ലേ പറയുന്നത്? ഇല്ല മാഡം, ഞങ്ങൾക്ക് ആയിട്ടില്ല. അങ്ങനെയാണെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു. സർക്കാർ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ല, പെൻഷൻ വരെ കിട്ടുമെന്ന് ചോദിച്ചു. അവ പറഞ്ഞ് കിട്ടത്തില്ല, പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ടേ കിട്ടുന്ന എന്തെങ്കിലും ഒരു തീരുമാനമാകും, അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഒരു സർക്കാർ ഞങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഞങ്ങൾക്കൊരു തീരുമാനമായിട്ടില്ല. അതിൻ്റെ ഇതിലാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഈ സമരം ഇത് ഒത്തുതീർപ്പാകാതെ ഞങ്ങൾ എന്തായാലും പിറന്നോട്ട് പോകുന്ന പരിപാടി ഞാനില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചാലും ശരി എന്നെ ഞാൻ പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ കിടക്കും. ഇതിലും വേറൊരു സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ആശാ വർക്കർമാരുടെ അല്ലേ? ഉണ്ട്. അതിനെന്തെങ്കിലും ഒരു തീരുമാനം അത് കണക്കല്ല ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടു. ഞങ്ങൾ പശുവിൻ്റെയും പിന്നെ കോഴിയുടെ അല്ല ഞാൻ പറയുന്നത്, സർക്കാരിന് ഈ ഇത്തരം സമരങ്ങളൊന്നും കാണാനുള്ള കണ്ണില്ലെന്നുള്ളതാണ്. ഇല്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്കാണ് ഒരു വിധത്തിൽ ജീവിക്കാൻ പറ്റത്തില്ല. ആരുടെ നിന്ന് കടം കൈ നീട്ടാൻ വയ്യ. ഒരു ഭിക്ഷപാത്രം എടുത്തുകൊണ്ടിരുന്നാൽ അത് തന്നെ ഞങ്ങൾക്ക് നാണക്കേടക്കാരൻ. ഞങ്ങൾ ഈ പറഞ്ഞ കണക്ക് ജോലി ചെയ്ത് ജീവിച്ച ആൾക്കാരാണ്. അപ്പം നിങ്ങൾ സർക്കാരിനും നാണക്കേടല്ലേ? ഞങ്ങളുടെ ചോദിക്കും, നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങളൊരു സർക്കാർ ജീവനക്കാരെയല്ലായിരുന്നു. തീർച്ചയായിട്ടും ചോദിക്കും. അതുകൊണ്ട് അതുപോലും ഞങ്ങൾക്ക് വയ്യ. ഞങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ ആത്മഹത്യ അല്ല, വേറെ മാർഗ്ഗമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെ ചെയ്യേണ്ടി പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സന്നെ അത് അനുവദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനമാകും വരെ ഞങ്ങൾ ഇവിടെ തന്നെ കാണും. അതിനൊരു മാറ്റവും ഇല്ല. എന്തെങ്കിലും തീരുമാനമായിട്ടല്ലാതെ ഈ NPS ഇതിന് പിന്മാറുന്ന പരിപാടിയില്ല. NPS എന്ന് പിൻവലിക്കുന്ന അന്ന് ഞങ്ങൾ ഇവിടെ കാണും. അതുവരെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാവണം. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ നമ്മൾ ഉണ്ടാകണമെന്നുള്ളതാണ്. എന്തായാലും നമ്മളും നമ്മളെ കഴിവിലാണ്, അതായത് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ സാറേ, ഞാൻ 2013 ജൂലൈ മാസം 31-ാം തീയതി സർവീസിൽ കയറി. ഞാൻ ഒരു വികലാംഗനും കൂടെ കൂടിയാണ്. ഞാൻ ഓഫീസ് അറ്റൻഡൻ്റായി തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തു. എനിക്ക് കിട്ടാവുന്ന 10% പൈസയിൽ അവർ 8% അവർ പിടിച്ചു. 2318 രൂപ പിടിച്ചു വെച്ചിട്ട് എനിക്ക് വെറും 1318 രൂപ മാത്രമാണ് കിട്ടുന്നത്. ഞാനും എൻ്റെ കുടുംബവും 3 മക്കൾ കൂലിപ്പണിക്ക് പോകുന്നു. എനിക്ക് വേറെ വരുമാനമില്ല. പിടിച്ചിരിക്കുന്ന പൈസയെങ്കിലും എനിക്ക് തന്നാൽ സഹായിച്ച വലിയ ഉപകാരമായിരിക്കും. ഒരു ഓട്ടോറിക്ഷ എങ്കിലും എടുത്ത് ഓടിക്കാണിച്ച് ജീവിതം മുന്നോട്ട് പോകാമെന്നുള്ള ആളാണ് ഞാൻ. ഷുഗർ പേഷ്യൻ്റാണ്. എനിക്ക് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എത്രയും പിടിയുന്ന ഈ NPS പിൻവലിച്ചുകൊണ്ട് ഞങ്ങൾ OPS ആക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല സാറേ.